നമ്മളെല്ലാവരും കമ്പ്യൂട്ടറുമായി ചെസ്സ് കളിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനെ തോൽപ്പിക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ഗെയിമിലും ഒരിക്കലും തോൽക്കാത്ത, എപ്പോഴും ഏറ്റവും പെർഫെക്റ്റായ നീക്കം മാത്രം നടത്തുന്ന ഒരു എഐയെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്? ആ ഒരു ലോജിക്കിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. അതെ, അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്ന പ്രധാന ചോദ്യം. ഒരു മെഷീൻ എങ്ങനെയാണ് ഒരു ഗെയിം ഇത്ര കുട്ടമാറ്റ രീതിയിൽ കഴിക്കാൻ കഴിയുന്നത്? അതായത് നമ്മുടെ എതിരാളി എന്ത് ചിന്തിക്കുന്നുവെന്ന് മുൻകൂട്ടി കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ഏറ്റവും മികച്ച തന്ത്രം അത് കണ്ടെത്താനുള്ള ഒരു കഴിവ് ഒരു കമ്പ്യൂട്ടറിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഓക്കെ, ഈ ആശയം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് കളിക്കാരെ പരിചയപ്പെടാം. നമ്മുടെ കഥാനായകൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലെയറാണ് മാക്സ്. പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, കളിയിൽ മാക്സിമം സ്കോർ നേടുക, വിജയിക്കുക. അതുമാത്രമാണ് മാക്സിന്റെ ഒരേ ഒരു ലക്ഷ്യം. എന്നാൽ കളത്തിൽ മാക്സ് ഒറ്റയ്ക്കല്ല. മാക്സിനൊരു എതിരാളിയുണ്ട്. അതാണ് മെൻ പ്ലെയർ. മെന്നിന്റെ വേല എന്താണെന്നോ? മാക്സ് നേടാൻ പോകുന്ന സ്കോർ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക. ചുരുക്കിപ്പറഞ്ഞാൽ മാക്സിന്റെ വിജയസാധ്യത ഇല്ലാതാക്കുക. അതാണ് മെന്നിന്റെ ലക്ഷ്യം. അപ്പോ ഇങ്ങനൊരു എതിരാളിയുള്ളപ്പോ മാക്സ് എങ്ങനെ വിജയിക്കും? ഇവിടെയാണ് നമ്മുടെ എഐയുടെ സൂപ്പർ പവർ വരുന്നത്, മിനിമാക്സ് സ്ട്രാറ്റജി. അതായത് നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഓരോ നീക്കത്തിന്റെയും അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് അതിലേറ്റവും മികച്ച വഴി ഏതാണെന്ന് കണ്ടെത്താൻ എഐയെ സഹായിക്കുന്നൊരു തന്ത്രം. ശരി, അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ? നമുക്കൊരു സിമ്പിൾ ഉദാഹരണം എടുക്കാം. സങ്കൽപ്പിക്കുക, മാക്സിന്റെ മുന്നിൽ ഇപ്പോൾ 3 വഴികളുണ്ട്. ഏത് വഴി തിരഞ്ഞെടുക്കണം? ഇതിലേതാണ് ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും നല്ല സ്കോർ തരുന്ന വഴി? മാക്സ് ഇതെങ്ങനെ തീരുമാനിക്കും? ഇവിടെയാണ് കളി കുറച്ചുകൂടി കാര്യമാവുന്നത്. വെറുതെ ഒരു നീക്കം നടത്തിയാൽ പോരാ. മാക്സ് എന്തു നീക്കം നടത്തുമ്പോഴും ഇങ്ങനെ ചിന്തിക്കണം. ഓക്കെ, ഞാൻ ഈ നീക്കം നടത്തിയാൽ എന്റെ എതിരാളി, അതായത് മിൻ, എന്തു മറുപടി തരും? മിന്നിന്റെ ഏറ്റവും മികച്ച കൗണ്ടർ മൂവ് എന്തായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഈ ഡയഗ്രത്തിൽ മാക്സിന്റെ ഓരോ നീക്കത്തിനും താഴെ മിൻ പ്രതിരോധിക്കാൻ റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിന്റെ ഒരു പൂർണ്ണ രൂപം. ഈ ഡയഗ്രത്തിന്റെ ഏറ്റവും താഴെ കുറച്ച് നമ്പറുകൾ കാണുന്നില്ലേ? 3, 5, 2, 7, 4, 6. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓരോ വഴിയും തിരഞ്ഞെടുത്ത് കളി മുന്നോട്ട് പോയാൽ അവസാനം കിട്ടാൻ സാധ്യതയുള്ള സ്കോറുകളാണ്, ഫൈനൽ ഔട്ട്കംസ്. ശരി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീരുമാനം എങ്ങനെയാണ് എടുക്കുന്നത്? ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് താഴെ നിന്ന് മുകളിലേക്കാണ് ചിന്തിക്കുന്നത്. ആദ്യം അവസാനം കിട്ടാൻ പോകുന്ന സ്കോറുകൾ നോക്കും, എന്നിട്ട് മിൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും. മിൻ എപ്പോഴും മാക്സിന് ഏറ്റവും പണി തരുന്ന, അതായത് ഏറ്റവും കുറഞ്ഞ സ്കോർ കിട്ടുന്ന വഴിയെ തിരഞ്ഞെടുക്കും. അവസാനം മിന്നിന്റെ ആ നീക്കങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് മാക്സ് തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണോ അത് തിരഞ്ഞെടുക്കും. ഇനി നമുക്ക് ഈ ഡയഗ്രത്തിലേക്ക് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ എംഐന്റെ കളിയാണ്. എംഐ എന്തു ചെയ്യും? ഓരോ ബ്രാഞ്ചിലും മാക്സിന് കിട്ടാവുന്ന സ്കോർ മിനിമം ആക്കാൻ നോക്കും. ആദ്യത്തെ ബ്രാഞ്ച് നോക്കൂ, അവിടെ 3ഉം 5ഉമുണ്ട്. എംഐ ഏത് തിരഞ്ഞെടുക്കും? തീർച്ചയായും 3, കാരണം അത് മാക്സിന് കിട്ടുന്ന സ്കോർ കുറയ്ക്കും. അതുപോലെ രണ്ടാമത്തെ ബ്രാഞ്ചിൽ 2ഉം 7ഉം. എംഐ തിരഞ്ഞെടുക്കുന്നത് 2ആണ്. അവസാനത്തെ ബ്രാഞ്ചിൽ 4ഉം 6ഉം. അവിടെ എംഐ തിരഞ്ഞെടുക്കുന്നത് 4. ചുരുക്കി പറഞ്ഞാൽ എംഐ എപ്പോഴും മാക്സിനെ പൂട്ടാനാണ് നോക്കുന്നത്. ഇപ്പോൾ നോക്കൂ, എം എന്ത് ചെയ്യുമെന്ന് മാക്സിന് നല്ല കൃത്യമായിട്ടറിയാം. കാരണം എം എപ്പോഴും അങ്ങനെയേ ചെയ്യൂ. അപ്പോൾ എമ്മിൻ്റെ കയ്യിൽ നിന്ന് വരാൻ പോകുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണ്? 3, 2, പിന്നെ 4. ഇനി മാക്സിൻ്റെ ഇവിടാണ്. ഈ 3 നിന്ന് മാക്സ് ഏത് തിരഞ്ഞെടുക്കും? തീർച്ചയായും ഏറ്റവും വലുത്, അതായത് 4. കണ്ടോ, ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മോശം അവസ്ഥ വന്നാൽ പോലും തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്കോർ മാക്സ് ഉറപ്പിച്ചു. അപ്പോൾ മിനിമാക്സ് ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജിയാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നല്ലേ? നമുക്ക് നോക്കാം. പ്രശ്നം ഇതാണ്. നമ്മളിപ്പോൾ കണ്ടത് വളരെ ചെറിയൊരു ഗെയിം ട്രീയാണ്. ഇനി ചെസ്സ് പോലെ ഒരു കളിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അവിടെ ഓരോ നീക്കത്തിനും ശേഷം വരാൻ സാധ്യതയുള്ള നീക്കങ്ങൾ എത്രയാണ്? കോടിക്കണക്കിനാണ്. അപ്പോൾ ഈ എല്ലാ കോടിക്കണക്കിന് വഴികളും ഒന്നൊന്നായി പരിശോധിക്കാൻ മിനിമാക്സ് അൽഗോരിതം ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഭയങ്കര സ്ലോ ആവും, കമ്പ്യൂട്ടറിന് താങ്ങാൻ പറ്റാത്ത ഭാരമാവും. അപ്പോൾ ഈ വേഗത കുറവ് എന്ന പ്രശ്നത്തിന് ഒരു കിടിലൻ പരിഹാരമുണ്ട്. അതാണ് ആൽഫ ബീറ്റ പ്രൂണിംഗ്. പേര് കേട്ട് പേടിക്കേണ്ട, സംഗതി സിമ്പിളാണ്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. മിനിമാക്സ് എന്താ ചെയ്യുന്നത്? ഗെയിമിലെ ഞാൻ ആവർത്തിക്കുന്നു, എല്ലാ വഴികളും പരിശോധിക്കും. എന്നാൽ ആൽഫ ബീറ്റ പ്രൂണിംഗ് കുറച്ചുകൂടി സ്മാർട്ടാണ്. അത് ആവശ്യമില്ലാത്ത വഴികളെ അങ്ങ് വെട്ടിയൊതുക്കും, എന്നിട്ട് അതേ പെർഫെക്റ്റായ ഉത്തരത്തിലേക്ക് വളരെ വേഗത്തിലെത്തും. ഒരു കാര്യം ഓർക്കണം, ഇതൊരു പുതിയ സ്ട്രാറ്റജിയല്ല, മറിച്ച് മിനിമാക്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാനുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വെട്ടിയൊതുക്കൽ നടത്തുന്നത്? 2 കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഒന്നാമത്തത് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ
മാക്സിന്റെ ഒരു നോട്ട്ബുക്കാണെന്ന് വിചാരിക്കുക. ആ വഴിയിൽ പോകുമ്പോൾ മാക്സിന് ഉറപ്പായും കിട്ടുമെന്ന് കരുതുന്ന ഏറ്റവും നല്ല സ്കോർ എത്രയാണോ അത് ഈ നോട്ട്ബുക്കിൽ കുറിച്ചുവെക്കും. അതാണ് ആൽഫ. അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, ബീറ്റ. ഇത് മൈനിന്റെ നോട്ട്ബുക്കാണ്. മാക്സിന്റെ സ്കോർ ഏറ്റവും കുറഞ്ഞത് എത്രയാക്കാൻ തനിക്ക് പറ്റും എന്ന് മൈൻ ഓർത്തുവെക്കുന്ന സ്കോറാണ് ബീറ്റ. അപ്പോൾ ഈ ആൽഫയും ബീറ്റയും ഉപയോഗിച്ചാണ് വെട്ടിയൊതുക്കൽ എന്ന മാജിക്ക് നടക്കുന്നത്. നിയമം വളരെ സിമ്പിളാണ്. എപ്പോഴെങ്കിലും ബീറ്റയുടെ വാല്യൂ ആൽഫയുടെ വാല്യൂവിനേക്കാൾ കുറവോ അല്ലെങ്കിൽ തുല്യമോ ആയാൽ ആ നിമിഷം ആ വഴിയിലൂടെയുള്ള ബാക്കി പരിശോധന അങ്ങ് നിർത്താം. ആ ബ്രാഞ്ച് മൊത്തത്തിൽ ഒഴിവാക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ലോജിക്കലാണ്. നമുക്കിങ്ങനെ ചിന്തിക്കാം, എനിക്ക് വേറൊരു വഴിയിൽ ഇതിലും നല്ലൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാ ഞാൻ ഈ മോശം വഴിയിലൂടെ മുന്നോട്ട് പോയി സമയം കളയുന്നത്? ഉദാഹരണത്തിന്, മാക്സിനൊരു വഴിയിൽ കുറഞ്ഞത് 5 സ്കോർ കിട്ടുമെന്ന് ഉറപ്പായി എന്ന് വയ്ക്കാം. അതാണ് നമ്മുടെ ആൽഫ. ഇനി വേറൊരു വഴി നോക്കുമ്പോൾ അവിടെ മിനിന് സ്കോർ 3 ആക്കാൻ പറ്റുമെന്ന് കണ്ടു. അപ്പം മാക്സ് ചിന്തിക്കും, എനിക്ക് 5 കിട്ടുന്നൊരെണ്ണം ഓൾറെഡി കയ്യിലുണ്ട്, പിന്നെന്തിനാ ഞാൻ ഈ 3 കിട്ടുന്ന വഴിയിലേക്ക് പോകുന്നത് എന്ന്. അവിടെ വെച്ച് ആ വഴി അങ്ങ് കട്ട് ചെയ്യും. അതാണ് പ്രൂണിംഗ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് അത് സംഭവിക്കുന്നത്. ഒരു വഴി പോയിട്ട് കാര്യമില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ അൽഗോരിതം ആ ശാഖയെ പൂർണ്ണമായും അങ്ങ് അവഗണിക്കും. ഈ എക്സിറ്റ് ബ്രാഞ്ച് ഇനി നോക്കുകയേ വേണ്ട. ഇത് കമ്പ്യൂട്ടറിന്റെ എത്രമാത്രം സമയവും എനർജിയുമാണ് ലാഭിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇനി ഈ ഒരു സൂപ്പർ ടെക്നിക്കിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചുരുക്കി നോക്കാം. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഇത് എപ്പോഴും 100% ഏറ്റവും മികച്ച തീരുമാനം തന്നെ എടുക്കും എന്ന് ഉറപ്പാണ്. പോരാത്തതിന് തിരയൽ ഭയങ്കര വേഗത്തിലാക്കുകയും ചെയ്യും. പക്ഷേ ചില പരിമിതികളുമുണ്ട്. ചെസ്സ് പോലെയുള്ള ഭയങ്കര കോംപ്ലക്സായ ഗെയിമുകളിൽ ഇതിപ്പോഴും കുറച്ച് സമയമെടുക്കും. പിന്നെ ഈ അൽഗോരിതം വർക്ക് ചെയ്യണമെങ്കിൽ ആ ഗെയിമിന്റെ എല്ലാ നിയമങ്ങളും A to Z കമ്പ്യൂട്ടറിന് ആദ്യമേ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യത്തിന്റെ കാതൽ ഇതാണ്. മിനിമാക്സ് എന്ന അൽഗോരിതം എപ്പോഴും ഏറ്റവും മികച്ച കളി ഉറപ്പുതരുന്നു. ആൽഫ ബീറ്റ പ്രൂണിംഗ് ആകട്ടെ ആ കിട്ടുന്ന റിസൾട്ടിൽ ഒരു മാറ്റവും വരുത്താതെ മിനിമാക്സിനെ റോക്കറ്റ് വേഗത്തിൽ ഓടാൻ സഹായിക്കുന്നു. അപ്പോൾ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, ഒരു ഗെയിമിൽ തോൽപ്പിക്കാനേ പറ്റാത്തൊരു ബുദ്ധി നമുക്കിങ്ങനെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരേ ആശയം വേറെ എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റും? ചിലപ്പോൾ സാമ്പത്തിക മാർക്കറ്റുകളിൽ എതിരാളികളുടെ നീക്കങ്ങൾ പ്രവചിക്കാൻ, അല്ലെങ്കിൽ സങ്കീർണമായ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ എതിരാളിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരിടത്തും ഇതിന്റെ സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ അനന്തമാണ്.